കോട്ടയം പാല കരൂരിൽ പ്രവർത്തനം പുനരാരംഭിച്ച റബ്ബർ ഫാക്ടറി നാട്ടുകാർക്ക് ദുരിതമാകുന്നു. ഫാക്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന വായുമലിനീകരണം മൂലം സമീപത്തുള്ളവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ദുർഗന്ധം പടരുന്നത് പതിവായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. കരൂർ പഞ്ചായത്തിലെ 2-3 വാർഡുകളിലുള്ളവരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ദുർഗന്ധം മൂലം പ്രദേശത്ത് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിയെന്നാണ് ഇവർ പറയുന്നത്. കഥകെല്ലാം ചീത്തയാ. ഓട്ടേക്കൂടെ ഈ മണം കൂടുതൽ കയറുക. സെന്റ് എടുത്ത് ഒഴിക്കുമ്പോൾ ചെറുക്കൻ അപ്പൊ അത് ഇതും കൂടെ ആകുമ്പോഴത്തേനും ഒട്ടും പിടിക്കുന്നില്ല. ഇന്നലെ ആഹാരം കഴിച്ചിട്ടില്ല. ആഹാരം കഴിക്കത്തില്ലാത്തതാണ് ഞങ്ങൾക്കുള്ള പ്രശ്നം. കിടന്നു ഉറങ്ങത്തില്ല. 7 മണിക്ക് ഇന്നലെ വന്ന മണം 11 മണി രാത്രി വരെ സഹിച്ച് ഞങ്ങൾ ആഹാരം കഴിപ്പേ ഇല്ല. വെച്ചു പോയി കിടന്നു. 10 വർഷത്തിന് ശേഷമാണ് മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള റബ്ബർ ഫാക്ടറി തുറന്നത്. എന്നാൽ യാതൊരു അനുമതികളും ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇത് അടച്ച പൂട്ടിയ ഫാക്ടറിയാണ്. അതിനുശേഷം ഇപ്പം കഴിഞ്ഞ 2015 3-ാം മാസം പൊല്യൂഷൻ്റെ എല്ലാ കൺട്രോൾ എല്ലാം സർട്ടിഫിക്കറ്റും എല്ലാം തീർന്നതാണ്. അതിനുശേഷം ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് ഇത് ഒരു ഹിന്ദിക്കാരന് കൊടുത്തേക്കുക. ബാബി ഏതൊരു പേരിലൊരു ഹിന്ദിക്കാരനാണ് ഇപ്പോൾ നടത്തുന്നത്. 10-16 ഹിന്ദിക്കാരുണ്ട്. ഇവിടെ പേരിന് 3-4 പേർക്ക് പണി കൊടുത്തു. ഇത് നമ്മൾ അന്വേഷിച്ച് നമ്മൾ നിർത്താൻ പറഞ്ഞിട്ട് അവർ പറയുന്നത് എനിക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. നമ്മളെല്ലാം അന്വേഷിച്ചപ്പോഴത്തേന് ഒരു രീതിയിൽ നമ്മൾ പൊല്യൂഷൻ കൺട്രോളിൽ കൊടുത്തു, നമ്മൾ DMIക്ക് കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു. ഈ പൊല്യൂഷൻ കൺട്രോളിലെ മാഡം നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ ഓൾറെഡി കൊടുത്തു, ഇത് പൊല്യൂഷൻ ഇവിടെ ഇല്ല, ഇത് നടത്താൻ പറ്റിയാലെന്ന് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു. മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ ചോദിക്കാൻ പറഞ്ഞത് 1 മിനിറ്റ് മതി ഇവിടെ വന്നത് പൂട്ടിക്കാം. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പൂട്ടിക്കുന്നില്ല? അതേസമയം അനുമതികൾ ഉണ്ടെന്നും വർഷങ്ങളോളം പൂട്ടിക്കിടന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും സൊസൈറ്റി പ്രതിനിധികൾ പറഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങൾ വരുന്നതോടെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാകുമെന്നും ഇവർ വ്യക്തമാക്കി. എന്നാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാട്ടുകാർ. നാട്ടുകാരുടെ പരാതിയിൽ RDO സ്ഥലത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ഈ പരിശോധനയിൽ നാട്ടുകാർ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തുടർ നടപടി സ്വീകരിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയത്ത് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.